കൊടൈക്കനാലിൽ ചെയ്യരുതാത്ത 5 കാര്യങ്ങളാണ് പറയുന്നത്. ചെയ്യരുതാത്ത പറയുമ്പോൾ നെഗറ്റീവ് മീനിങ്ങിൽ എടുക്കണ്ട, നമ്മളെ യാത്രയെ പോസിറ്റീവായി മാറ്റുന്ന കുറേ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, കൊടൈക്കനാലിലെ വ്യൂ പോയിൻറ്റ്സുകൾക്ക് നമ്മുടെ പേര് വരാൻ ഇടവരുത്തരുത്. എന്താ ഇങ്ങനെ പറയുന്നത്? ശരിക്കും ഒരു വ്യൂ പോയിൻറ്റിന് നമ്മുടെ പേര് വന്ന രസമല്ലേ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. എസ്കേപ്പ് റൂട്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കൊടൈക്കനാലിൽ നിന്ന് മൂന്നാറിലേക്ക് ഇറങ്ങുന്ന കാട്ടുവഴി. ആ എസ്കേപ്പ് റൂട്ടിൻ്റെ കൊടൈക്കനാൽ സൈഡിലുള്ള ഒരു തടാകമാണ് ബേരിജം. ബേരിജം തടാകത്തിലേക്ക് സാധാരണ അധികം ആൾക്കാർ പോകാറില്ല. അവിടെ ഡോക്ടേഴ്സ് വാലി എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് കണ്ടു. അപ്പോൾ ഡോക്ടേഴ്സ് വാലി എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും ഡോക്ടർമാർ വന്നിട്ട് ആ വാലിക്ക് പേരിട്ടാണ്. അല്ല, വ്യൂ പോയിൻ്റ് കാണാൻ ഒരു ഡോക്ടർ കയറി അദ്ദേഹം ദൗർഭാഗ്യവശാൽ താഴേക്ക് വീണ് മരിച്ചു. അങ്ങനെയാണ് ഡോക്ടേഴ്സ് വാലി എന്നുള്ള പേര് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വ്യൂ പോയിൻറ്റിന് നമ്മുടെ പേര് വരുത്തരുത്. ഈ വ്യൂ പോയിൻറ്റ്സ് നമ്മൾ ട്രാവലേഴ്സിൻ്റെ വീക്ക് പോയിൻറ്റുകളാണ്. വ്യൂ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കയറി ചെല്ലും, കുറച്ച് സാഹസികതയൊക്കെ കാണിക്കും. ഈ മൂന്നാറിൻ്റെ വ്യൂ പോയിൻറ്റ്സ് അറിയാലോ, അത്യാവശ്യം പ്ലെയിൻ ലാൻഡ്സിലൊക്കെ വ്യൂ പോയിൻറ്റുകളുണ്ട്. എന്നാൽ കൊടൈക്കനാൽ അങ്ങനെയല്ല. കൊടൈക്കനാലിൽ മുകളിലേക്ക് കയറി ചെന്നിട്ട് വ്യൂ പോയിൻറ്റുകളൊക്കെ ഏറെ കുറേ താഴേക്കുള്ള കാഴ്ചകളാണ്. അതായത് നമ്മളൊരു കുന്നിൻ്റെ മുകളിലാണ്. ഈ കൊടൈക്കനാലിലെ നിങ്ങൾക്കറിയാം എല്ലാ സമയത്തും ഇങ്ങനെ കോട മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വ്യൂ പോയിൻറ്റിൻ്റെ അറ്റത്ത് എത്തുമ്പോഴും ചിലപ്പോൾ കോട വരും, കാഴ്ച മങ്ങും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മളെ വ്യൂ പോയിൻറ്റിന് താഴെ പോവുകയും ആ വ്യൂ പോയിൻറ്റിന് ചിലപ്പോൾ നമ്മളെ പേര് വരാൻ ഒക്കെ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുക. കൊടൈക്കനാലിൽ പോവുക, കാഴ്ചകൾ കാണുക, അതിസാഹസികത ഒരു കാരണവശാലും ചെയ്യരുത്. കൊടൈക്കനാലിൽ ചെയ്യരുതാത്ത രണ്ടാമത്തെ കാര്യമുണ്ട്. അതൊരു ആനിമൽസിനോടുള്ള ക്രൂരതയാണ്. ഒരു ഫോറസ്റ്റ് സ്റ്റാഫ് പറഞ്ഞത് അവർ ചില സമയത്ത് കാട്ടുപോത്തുകളുടെ കാലിൽ കുപ്പിച്ചില് കയറിയിട്ട് ഇൻഫെക്ഷനായിട്ട് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചില ട്രാവലേഴ്സ് ഇങ്ങനെ കുന്നു കയറും, അവിടെ കുറേ നേരം അർമാശരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുപ്പി അവർ മദ്യം കഴിക്കുകയാണെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അത് പൊട്ടിച്ചെറിയുമെന്നാണ് പറയുന്നത്. അത് എന്ത് തരം അർമാദാണെന്ന് അറിയില്ല. ഈ കാട്ടുപോത്തുകൾ നിങ്ങൾക്കറിയാം കൊടൈക്കനാലിൽ എല്ലാ കുന്നും എല്ലാ സ്ഥലവും കയറും. കുപ്പിച്ചില് അവരുടെ ബോഡിയിൽ കയറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അർമാദം വേണ്ട എന്നാണ് ഫോറസ്റ്റിലെ സ്റ്റാഫ് പിന്നെ റിസോർട്ടിലെ ആൾക്കാരൊക്കെ പറയുന്നത്. അവിടെ ചെന്നിട്ട് എൻജോയ് ചെയ്യാൻ തിരിച്ചു പോരാം. അവിടെ ഒരു തുള്ളി പോലും വേസ്റ്റ് ഇടുക, കുപ്പിച്ചില്ല് പൊട്ടിച്ചെറിയ ചെയ്യരുത്. നമ്മളെ ഇങ്ങനെ റോഡ് സൈൻ കണ്ടിട്ടുണ്ടോ? ഒരു കാട്ടുപോത്ത് വണ്ടി അടിക്കുന്നത്. കൊടൈക്കനാലിൽ റോഡ് കാട് എന്നൊന്നുമില്ല. കാട്ടുപോത്തുകൾ യഥേഷ്ടം മേഞ്ഞെടുക്കും. ചില ഏരിയകളിൽ കാട്ടുപോത്തുകൾ വയലൻ്റായിട്ട് കാറിന് അറ്റാക്ക് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളിടത്ത്, അതായത് അറ്റാക്കിങ് സാധ്യത കൂടുതലുള്ളിടത്താണ് ഇത്തരം സൈൻസ് വെച്ചിട്ടുള്ളത്. അവിടെ ഒരു കാരണവശാലും വണ്ടി നിർത്തരുത്. സുന്ദരമായ കാടാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. അവിടേക്ക് നമുക്ക് കയറി പോകണമെന്നൊക്കെ തോന്നും, പക്ഷെ പോകരുത്. ചില ഏരിയകളിൽ പുള്ളിപ്പുലികളും നമ്മൾ അറ്റാക്ക് ചെയ്യും. നിങ്ങളവിടെ കയറി പോകണുണ്ടോ, വണ്ടി നിർത്തിയോ, ഫോട്ടോ എടുക്കുകയാണോ എന്ന് നോക്കാനൊന്നും അവിടെ സെക്യൂരിറ്റി ആൾക്കാരുണ്ടാവില്ല. നമ്മളെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. ഞങ്ങൾ കൊടൈക്കനാലിലെ പോളൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മദർ വില്ലേജിൽ ഒരു പ്രാവശ്യം താമസിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു കർഷകൻ വളരെ സങ്കടത്തോടെ അല്ല, എന്നാലും ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു കാര്യമാണ്. മുൻകൂറായിട്ടൊരു കാര്യം പറയുന്നത്, ഇതെല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ല, എല്ലാവരും ചെയ്യുന്നതുമല്ല, എന്നാലും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. പല സമയത്തും മലയാളികൾ രാത്രി അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ വന്ന് വണ്ടി നിർത്തി അവിടെയുള്ള സാധാരണ കൂട്ടം കൂടിക്കുന്ന ഗ്രാമീണരോട് അണ്ണേ ഇങ്ങ് റൂം കിടക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു തമിഴുണ്ടല്ലോ, അതിൽ സംസാരിക്കുന്നതാണ്. ഒരു മര്യാദ ഇല്ലാതെ കാര്യങ്ങൾ ചോദിക്കുന്നത്. ആ ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും പൊളൈറ്റായിട്ട് ആൾക്കാരോട് ഇടപഴകുന്ന സ്ഥലങ്ങളാണ്. അവരോട് ചെന്നിട്ട് നമ്മൾ ഹാർഷായിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്കത് ഫീൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. കൂലിപ്പണി ഇരുന്ന ആൾ, മണ്ണിൽ പണിയിരുന്നവരൊക്കെ എന്തോ താഴ്ന്ന ആൾക്കാരാണ്. വണ്ടിയിൽ വന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ സഞ്ചാരികൾ എന്തോ വലിയ സംഭവം എന്നൊക്കെ തോന്നുന്ന ചില ആൾക്കാരുണ്ട്, ചിലർ കേട്ടോ. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. കാരണം അവരുടെ ഗ്രാമമാണ്. നമ്മളവിടെ ചെല്ലുക, അവരുടെ ആതിഥ്യ മര്യാദയൊക്കെ സ്വീകരിച്ച് നല്ല സുന്ദരമായിട്ട് താമസിച്ച് തിരിച്ചു വരിക. നമ്മളെ ചില വ്ളോഗേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയും ഇന്ന ഹോട്ടൽ നല്ലതാണ്, ചെറിയ ഹോട്ടലാണെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ചെല്ലും. ഞങ്ങൾ കൊടൈക്കനാലിൽ ചില ഗ്രാമങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെന്നപ്പോൾ, റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ ചെറിയ ചായക്കടകളൊക്കെ കേട്ടോ, നിറയെ ഈച്ചകളാണ്. നമുക്ക് അവിടെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് രുചിയുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ആഹാരം കഴിക്കരുത്. കൊടൈക്കനാലിൻ്റെ മാത്രം കാര്യമല്ല, എന്നാലും കൊടൈക്കനാലിലാണ് ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ ഈച്ചകളുള്ള റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ അത്തരം റെസ്റ്റോറൻറ്റുകൾ ഒഴിവാക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ഗ്യാങ്ങിൽ ഒരാൾക്ക് വയറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയാലോ അറിയാലോ, ആ യാത്ര തന്നെ കൊള്ളാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അടുത്ത കൊടൈക്കനാൽ യാത്ര സൂപ്പറാക്കുക. ഹാപ്പി കൊടൈക്കനാൽ.